ഈ ലോകത്ത് ഞാൻ എവിടെയായിരുന്നാലും ഈ ദിനം എനിക്ക് മറക്കുവാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ വർഷം എനിക്ക് തിരിച്ചുണ്ടായ ദിവസമാണിന്ന്. ഹലോ ഹലോ, എന്നെ മനസ്സിലായില്ലേ? ഓഹോ, അപ്പൊ ഇത് സ്ഥിര ഏർപ്പാടാണല്ലേ? ഏത്? അല്ല, ഈ പെമ്പിള്ളാർക്ക് നമ്പർ കൊടുക്കുന്നതേ. ഞാൻ ടൈപ്പ് ആളല്ല. പിന്നെന്തിനാ എനിക്ക് നമ്പർ തന്നത്? അത് പിന്നെ തന്റെ പേര് ഫേസ്ബുക്കിൽ അതിഥിന്ന് കണ്ടപ്പോ എന്തോ ഒരു ഇത്. ഓഹോ, അപ്പൊ എന്റെ പേരിലാണോ കാര്യം? എങ്കിൽ ശരി, ഞാൻ ഫോൺ കട്ട് ചെയ്തേക്കാം. അയ്യോ, വെക്കല്ലേ. എന്താ? താനെന്താ കൊച്ചുകുട്ടികളെ പോലെ? ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. അപ്പൊ പിന്നെ വലിയ കുട്ടിയാണോ? വേണ്ട, അത് വേണ്ട. ചുമ്മാ തമാശ പറഞ്ഞതാടോ, താൻ പിണങ്ങല്ലേ? ഇങ്ങനെയുള്ള തമാശയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഓ, ആയിക്കോട്ടെ. ഹലോ, പിണങ്ങിയോ? ഇല്ല. ഇപ്പോഴാരാ കൊച്ചുകുട്ടി? ഗൾഫിൽ മരുഭൂമിയിലൂടെ തെന്നിനങ്ങുന്ന ചൂടുകാറ്റും നാട്ടിലെ തൊടികൾ മുത്തുകൾ വിതറി കോരിച്ചൊരുന്ന മഴയുടെ കുളിരും ഞങ്ങളുടെ പ്രണയത്തിന് ഇരട്ടിമതിൽ നൽകിക്കൊണ്ടേയിരുന്നു. അവളുടെ ഓരോ ഫോൺ കോളും ഹൃദയതാളം പോലെ എന്നിലെ സ്വപ്നങ്ങളെ തഴുകി തലോടിയ നാഴികകൾ. അവളുടെ ശബ്ദം എന്നിലെത്തിച്ച ഫോണിനെ പോലും ഞാൻ മതിവരാതെ പ്രണയിച്ച നിമിഷങ്ങൾ അവളുടെ ശബ്ദം പോലെ തന്നെ മനോഹര തുളുമ്പുന്നതായിരുന്നു. എന്നിലെ സ്നേഹത്തിന് സ്പന്ദനം തൊട്ടറിഞ്ഞ അവളിൽ മേഘങ്ങളിൽ സിന്ദൂരം ചാലിക്കുന്ന സന്ധ്യ പോലെ ഞാൻ പോലും അറിയാതെ ഞാൻ അലിഞ്ഞു ചേർന്നു.
ഹലോ സിനു, താൻ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ എത്ര തവണ വിളിച്ചെന്നോ? അത് സിനു. എന്താ തനിക്ക് പറ്റിയത്? താനെന്തിനാ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? സിനു, അത് പിന്നെ ഞാനൊരു പ്രശ്നത്തിലായിരുന്നു. എന്ത് പ്രശ്നം? പറയാടോ. ഞാൻ തന്നോട് എങ്ങനെ പറയും? എന്തായാലും താൻ പറയാടോ. എനിക്ക് കുറച്ച് ക്യാഷ് വേണം, അർജന്റാണ്. താൻ നാട്ടിൽ വരുമ്പോ തിരികെ തരാം. ക്യാഷോ? എത്ര തനിക്ക് വേണ്ടത്? 50,000. 50,000? തനിക്കെന്താ ഇത്രയും ക്യാഷ്? അച്ഛൻ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, ഉടനെ ഒരു ഓപ്പറേഷൻ വേണം. തകരല്ലേ, ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ബൈ. ഹലോ. ഹലോ. അതിഥി, താൻ തന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ഞാൻ ക്യാഷ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സിനു. ഐ ലവ് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. താൻ എന്നാ നാട്ടിൽ വരുന്നത്? തന്നെ കാണാൻ കൊതിയായിട്ട് വയ്യ. ഞാൻ ഈ മാസം അവസാനം വരുന്നുണ്ട് തന്നെ കാണുവാൻ. ഞാൻ കാത്തിരിക്കും സിനു. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ. ഹലോ. ഹലോ. സിനിമ. ഇതേതാ ഈ നമ്പർ? ഇതെന്റെ നാട്ടിൽ നമ്പരാ. തന്നെ എപ്പോഴാ കാണാൻ പറ്റുക? താൻ പറ. നാളെ ബീച്ച് വെച്ച് ആയാലോ? ഓക്കെ, ബീച്ച് വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് ഒരുപക്ഷെ എന്നെ പറ്റിച്ചതായിരിക്കുമോ? അവൾക്കങ്ങനെ ചെയ്യാനാണല്ലോ.
മച്ചാ ഞാൻ സിനിമടാ. മച്ചാ എനിക്കൊരു ഹെൽപ്പ് വേണോടാ. എന്താടാ? എടാ ഞാനൊരു അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്തരാം. എങ്ങനെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തരണം. അതൊക്കെ വലിയ തൊല്ലയാണ്. പ്ലീസ് ഡാ മച്ചാ, ഉടനെ തന്നെ വേണം. ശരിടാ, ഞാൻ നോക്കാം. ഓക്കെ, താങ്ക് യുടാ. ചേട്ടാ ഒരു ചായ. എവിടുന്നാ? കുറച്ച് ദൂരാണോ? ഓടിവായോ പൊന്നുഷസേ, കിന്നരിക്കാൻ ഓമനിക്കാൻ മുത്തണിപ്പൂന്തൊട്ടിലാട്ടി കാതിൽ തേൻമൊഴി ചൊല്ലാമോ കാറ്റേ 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 നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളി ആകെ തേൻ നിറഞ്ഞോ ആകെ തേൻ നിറഞ്ഞോ. എത്രയായി ചേട്ടാ ഈ അതിഥി പാലക്കൽ? നിങ്ങളുടെ എത്ര പോയി? അതെ, നിങ്ങൾക്ക് പോണ്ട വഴി ഇതാ, ഞാൻ ഇങ്ങോട്ടാ. ഓക്കെ ചേട്ടാ, താങ്ക്സ്. ഓ ആയിക്കോട്ടെ. ആരാ? വരൂ. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ള ചെറുപ്പക്കാരെയാണ് ഈ നാടിന് ആവശ്യം. നാളെ ഞാൻ മരിച്ചുപോയാൽ എന്റെ കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ അനാഥരാകും. ആ ഒരു തിരിച്ചറിവാണ് ആരുമില്ലാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് ആശ്രയമാകുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. മക്കള് പോയി കളി. മോഷ്ടിച്ചും കബളിപ്പിച്ചും കൂട്ടിക്കൊടുത്തും മനുഷ്യൻ ജീവിക്കുന്ന ഈ കാലത്ത് ഇതൊന്നും കൂടാതെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത് നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുകളുടെ കാരുണ്യം അതൊന്നു മാത്രമാണ്. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ അതിഥികളാണ്. അതുകൊണ്ട് എത്ര കണ്ട് നന്ദി പറഞ്ഞാലും നിങ്ങളുടെ സൽപ്രവൃത്തികൾക്ക് ഒരിക്കലും പകരം വെക്കാൻ മറ്റൊന്നിനുമാവില്ല. നാലുനാൾ മാത്രം ജീവിച്ചിരിക്കുന്ന ശലഭങ്ങൾ പോലും അവയെ മറ്റു ജീവികൾ ആക്രമിക്കുമ്പോൾ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറന്നുപോകും. ജീവിതത്തിന്റെ വർണ്ണക്കാഴ്ചകളിലേക്ക് പ്രതീക്ഷകളും പ്രത്യാശയും തേടി ചിറകടിച്ചുയരുന്ന ഈ കുരുന്നുകൾക്ക് ഒരു കൈ സഹായം നമുക്ക് നൽകുവാൻ കഴിയുന്നുവെങ്കിൽ അതിലും വലിയ സൗഭാഗ്യം നമുക്ക് ഈ ജീവിതത്തിൽ വന്നു ചേരുവാനില്ല.
എന്തുണ്ട് വിശേഷം? ആ സുഖം. കൂട്ടുകാരെന്നിട്ട് കുറെ നേരമായി. ചേട്ടാ ഞങ്ങൾ പോയിട്ട് വരാം. ചേട്ടാ എന്താ? ഈ അതിഥി പാലക്കൽ കഴിഞ്ഞ വർഷം എനിക്ക് തിരിച്ചറിവുണ്ടായ ദിവസമാണ്. മരണക്കിണറിൽ കൂടാണോ? അത്രയും മതി. ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ അത് ആലോചിച്ചിരിക്കേണ്ട ഒരു ഫീൽ ഇല്ല കേട്ടോ. കുറച്ച് നിവർത്തി കുറച്ച്. അതാണ് നാട്ടിലെ നമ്പരാ. എപ്പോഴാ കാണാൻ പറ്റുക? നാളെ ഓക്കെ, നാളെ വിശേഷം. ഓക്കെ. അയ്യോ